ഈ സൂം മാധ്യമത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് അടുത്തു വരുവാനും കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നതിനും അതുപോലെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ സഹോദരവർഗത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് ദൈവം തന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ഏത് സമയവും സമയഭേദം കൂടാതെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടല്ലോ. അവിടുത്തെ പുത്രൻ തമ്പുരാൻ മുഖാന്തരം നമുക്ക് ദൈവം ഒരുക്കിയ വലിയ രക്ഷയിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാധ്യമത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ മാധ്യമത്തിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതുപോലെ ഇനി കടന്നു വരാനായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷ സമാരംഭിക്കാം. വിശേഷിച്ച് ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഉള്ള ദൈവവചനം നമുക്ക് നൽകി തരുന്നത് അനുഗ്രഹീത ദൈവദാസൻ ജോർജ് ചാക്കോ സഹോദരനാണ്. അദ്ദേഹത്തെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ചിന്തയ്ക്ക്, തിരുവചന ധ്യാനത്തിന് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 84 സങ്കീർത്തനത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 84 സങ്കീർത്തനത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ദൈവവും എന്റെ രാജാവുമായി സൈന്യങ്ങളുടെ യഹോവയെ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഈ വേദഭാഗ വായന നമുക്കെല്ലാവർക്കും അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 84 സങ്കീർത്തനം സൈന്യങ്ങളുടെ യഹോവയെ, തിരുനിവാസം എത്ര മനോഹരം എന്ന് എഴുതി ആരംഭിച്ച് സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് പാടി സ്തുതിക്കുന്ന പാട്ടുകളിൽ ഒരു ഗാനമാണ്. അവർ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് കണ്ട്, ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷം തുളുമ്പുന്ന ഹൃദയത്തോടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് പാടി സ്തുതിക്കുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ് 84 സങ്കീർത്തനം. ഇതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! ഈ വേദഭാഗം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കോരഹ് പുത്രന്മാർ ആ ദൈവത്തിന്റെ മഹത്വം കണ്ട്, തിരുനിവാസത്തിന്റെ മനോഹാരിത കണ്ട് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. എന്താ കാരണം? അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിച്ചു, ദാഹിച്ചു. അത് 42-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 84-ാം സങ്കീർത്തനം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കോരപുത്രന്മാർ തന്നെയാണ് 42-ാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ വലിയ ആഗ്രഹം, വലിയ ദാഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അപ്പൊ ദൈവിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്ന, ആർത്തിയോടെ ആഗ്രഹിക്കുന്ന കോരഹപുത്രന്മാർ. അവരുടെ ആഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് പ്രകാശിപ്പിക്കുവാൻ അവർ ദൃഷ്ടാന്തം എഴുതിയിട്ടുണ്ട്. മാൻ വെള്ളത്തിനായിട്ട് ദാഹിക്കുന്നത് പോലെ ദാഹിക്കുന്നു എന്നാണ്. എന്താ മാനിന്റെ പ്രത്യേകത? അത് മറ്റു മൃഗങ്ങളെക്കാളും ബലഹീന ജാതി ആയതുകൊണ്ട് ശക്തിയുള്ള മൃഗങ്ങൾ അവയെ ആക്രമിച്ച് കീഴടക്കി ഇരയാക്കും. എന്നാൽ മാന് മറ്റു മൃഗങ്ങളെക്കാൾ ഓടാനുള്ള വലിയ കഴിവ്, അധിക സമയം ഓടാനും വളരെ വേഗത്തിൽ ഓടാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്.
അതിന്റെ രഹസ്യം ജന്തുശാസ്ത്രന്മാർ പറഞ്ഞിരിക്കുന്നത്, ഈ മാനിന്റെ ഉദരത്തിൽ ഒരു പ്രത്യേക അറയുണ്ട്. അത് വെള്ളം കുടിക്കുമ്പോൾ ആ അറയിൽ പ്രത്യേകമായിട്ട് വെള്ളം സംഭരിക്കും. ഇങ്ങനെ സംഭരിച്ച വെള്ളത്തിന്റെ ശക്തി കൊണ്ടാണ് മാൻ അധിക സമയം അതിവേഗത്തിൽ ഓടാൻ കഴിയുന്നത്. അപ്പൊ മാനിന് മറ്റു മൃഗങ്ങളെക്കാൾ വെള്ളത്തോട് ഇരട്ടി ആഗ്രഹമാണ്. കോരകൂത്രന്മാർക്ക് ദൈവത്തോട് ചേരുവാൻ എന്തുമാത്രം ആർത്തിയുണ്ട് എന്ന് അവർ പ്രകാശിപ്പിക്കുവാൻ ഇതാണ് ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കുന്നത്. അവർ വളരെ ആഗ്രഹിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിച്ചു, ആർത്തിയോടെ ആഗ്രഹിച്ചത് കൊണ്ട് അവർ ദൈവസന്നിധിയിലെത്തി ദൈവത്തിന്റെ മനോഹരത്വം കണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷം തുളുമ്പുന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ നമ്മളും നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിച്ചാൽ, അതിയായിട്ട് ആഗ്രഹിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിച്ചാൽ നമ്മുടെ ഹൃദയം ദൈവമഹത്വം കൊണ്ട് നിറയും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു വലിയ പദവിയാണ് കൊലോസ്യർ 1:27. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു. ഈ വചനം അന്വർത്ഥമാകുന്നത് നമ്മൾ ദൈവസന്നിധിക്കായിട്ട് അതിയായിട്ട് കാംക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവമഹത്വം കൊണ്ട് നിറയും. അന്നേരം കോരകൂത്തന്മാരോട് ചേർന്ന് പറയാൻ കഴിയും, അനുഭവിച്ച് പറയാൻ കഴിയും, സന്തോഷത്തോടെ പറയാൻ കഴിയും, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് ഈ ഭാഗത്തും ചിന്തിക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് ഈ ഭാഗത്തുനിന്ന് എന്താ പഠിക്കാൻ കഴിയുന്നത്? സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അപ്പൊ തിരുനിവാസത്തിന് മനോഹരതയുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ തിരുനിവാസത്തിന്റെ മനോഹാരിത? അത് അതിവിശുദ്ധ സ്ഥലത്തെ ഒരു പ്രത്യേക സ്ഥാനമാണ്, ഒരു ഉപകരണമാണ്. അതെങ്ങനെയാ മനോഹരമായി തീരുന്നത്? പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിലെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. അപ്പൊ ദൈവത്തിന്റെ തേജസ് കൊണ്ട് തിരുനിവാസം നിറയുന്നത് കൊണ്ടാണ് അത് മനോഹരമായി തീരുന്നത്, അത്യധികം ആഗ്രഹപൂർണമായി തീരുന്നത്. ഇവിടെ ഒരു വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി എന്ന് പറഞ്ഞാൽ ദൈവദാസനായ മോശെ ദൈവം ഏൽപ്പിച്ച ജോലികൾ മോശ തിരുവചനപ്രകാരം നിവർത്തിച്ചപ്പോൾ, പുറപ്പാട് പുസ്തകം 40-19 മുതൽ വായിച്ചാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മോശ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തിരുവചനപ്രകാരം എല്ലാം ചെയ്തപ്പോൾ, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം കർത്താവിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്ത് തിരുവചനപ്രകാരം ജീവിക്കുമ്പോൾ, തിരുവചനപ്രകാരം കുടുംബജീവിതം നയിക്കുമ്പോൾ, തിരുവചനപ്രകാരം ശുശ്രൂഷ ചെയ്യുമ്പോൾ, തിരുവചനപ്രകാരം ദൈവത്തോട് ചേരുവാനായിട്ട് കാംക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവ തേജസ് കൊണ്ട് നിറയും. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും അത് അനുഭവിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ്. സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടപ്പോൾ, കർത്താവ് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ടപ്പോൾ, കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിച്ചപ്പോൾ, കർത്താവ് പറഞ്ഞതുപോലെ സ്നാനപ്പെട്ടപ്പോൾ, കർത്താവ് പറഞ്ഞതുപോലെ ആരാധിച്ചപ്പോൾ, വചനം പഠിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ശുശ്രൂഷിച്ചപ്പോൾ, നമ്മുടെ ഹൃദയം ദൈവ തേജസ് കൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞ ആ അനുഗ്രഹിക്കപ്പെട്ട അനർഘ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പിന്നെയും ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ്. ഭാവിയിലും നാം കർത്താവിന്റെ സന്നിധിക്ക് വേണ്ടി കൊതിച്ച തിരുവചനപ്രകാരം കുടുംബജീവിതം നയിക്കുമ്പോൾ, തിരുവചനപ്രകാരം ശുശ്രൂഷ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഈ കോരകൂത്തന്മാരോട് ചേർന്ന് പറയാൻ കഴിയും, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഞാൻ രണ്ടാമത്തെ വാക്യം നോക്കാം. മൂന്നാമതായിട്ട് അവിടെ പഠിക്കാൻ കഴിയുന്നത്, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അപ്പൊ ഈ ദൈവദാസന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് തിരുനിവാസത്തിന്റെ അടുത്ത് നിന്ന് ഈ ദൈവിക കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ അവർ പ്രാകാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വന്ന വഴിയെ തിരിഞ്ഞു നോക്കുന്നു. അവർ പ്രാകാരത്തിൽ കൂടിയാണ് ഈ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും വന്നത്. അപ്പൊ വന്ന വഴിയെ, നടത്തിയ വിധങ്ങളെ അവർ തിരിഞ്ഞൊന്ന് നോക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയത്തിന്റെ ഏറ്റവും വലിയ വിജയകരമായ ക്രിസ്തീയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ അതിന്റെ നിലയിൽ നന്ദിയോടെ ഓർക്കുമ്പോഴാണ്. 103-ാം സങ്കീർത്തനവും നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ഓടി വരും. നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, വിശേഷാൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊറോണ വൈറസിന്റെ വ്യാപനത്താലൊക്കെ നമ്മളെ രക്ഷിച്ച് നമ്മളെ അത്ഭുതകരമായിട്ട് പരിപാലിച്ചത്
നമ്മുടെ ശുശ്രൂഷയിലൊക്കെ നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതൊക്കെ അങ്ങോട്ട് ഓർക്കുമ്പോൾ, ഇല്ലേ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ പിന്നെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമുക്ക് ശുഭാപ്തി വിശ്വാസം ലഭിക്കും. ഈ ദൈവം നമ്മളെ ഇനിയും നടത്താൻ മതിയായവനാണെന്നുള്ള സത്യം കൊണ്ട് നിറയും. അതാണ് കോരപുത്രന്മാർ. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. പിന്നെ എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്താ ആ സ്ഥലത്തെ അത്രമാത്രം അത് വാഞ്ചിക്കാൻ കാരണം? അവിടെ വിശുദ്ധ സ്ഥലമില്ലേ? പിന്നെന്താ പ്രാകാരത്തെ അധികമായിട്ട് വാഞ്ചിക്കുന്നത്? പ്രാകാരത്തിൽ യാഗപീഠമുണ്ട്. ആ യാഗപീഠത്തിൽ ഇവർക്ക് പകരമായിട്ട് ഊനമില്ലാത്ത ഒരു മൃഗം അറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് പാപമോചനം ലഭിച്ചത്. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട ആ വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും പ്രവേശനം ലഭിച്ച് ദൈവിക കൂട്ടായ്മ അനുഭവിച്ചത് അവിടെ ആ ദൈവം ചെയ്ത രക്ഷാപ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തെയാണ് അവർ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നത്. വാസ്തവത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വചനം പഠിക്കുമ്പോൾ, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമുക്ക് പാപബോധം ലഭിച്ചത്, നിത്യജീവൻ ലഭിച്ചത്, നിത്യ സ്വർഗം ലഭിച്ചതൊക്കെ ഓർക്കുമ്പോൾ, കൃപാസനത്തിന് അടുത്തിരുന്ന് കരുണ പ്രാപിക്കുമ്പോൾ, എന്താ കാരണം? 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പ്രാകാരത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടല്ലേ? സ്വർഗത്തിലെ ദൈവം ദൈവരൂപത്തിലിരുന്ന വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നു. ദരിദ്രരായി നമ്മളെ സമ്പന്നരാക്കുവാൻ നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മരണം നമ്മളെ കടന്നു പിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു തന്നപ്പോൾ, നമ്മുടെ ശിക്ഷകളെല്ലാം ഏറ്റെടുത്തപ്പോൾ, ആ പവിത്രമായ നിർമ്മലമായ നിർദോഷമായ ശരീരം അവിടുത്തെ മുഖത്ത് തുപ്പലേറ്റത്, കന്നത്ത് അടിയേറ്റത്, കവിണ് വീണ് ചമ്മട്ടിയാൽ അടിയേറ്റത്, നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചത്, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പോൾ അവിടുത്തെ അസ്ഥികളുടെ ബന്ധം വിട്ടത്, നാവണ്ണാക്കോടെ പറ്റിയത്, ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയത്, മഹാഭാവികളെ നമ്മളെ രക്ഷിപ്പാൻ ഒരുവൻ ക്രൂശിൽ മരിച്ചു. നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടു, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് ധ്യാനിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചെന്ന കർത്താവിനെ നോക്കുമ്പോൾ പിന്നെ അവിടെ മൂഡ് ഓഫ് ഉണ്ടാകത്തില്ല. എപ്പോഴും സന്തോഷത്തിന്റെ പരിപൂർണതയായിരിക്കും. ഈ വിശ്വാസികൾ നിരാശപ്പെടുന്നെങ്കിൽ, തളർന്നു പോകുന്നതിന്റെ കാരണം വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ സ്നേഹം ഓർക്കാത്തത് കൊണ്ടാണ്. എന്ത് നല്ലോർ സഖി യേശു എന്നുള്ള പാട്ട് അങ്ങോട്ട് കേൾക്കുമ്പോ, ആ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, മിത്രങ്ങൾ കൈവിടുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ, പോയി ചൊല്ല് യേശുവിനോടെന്നുള്ള ഒരു വരിയാണ്. മാത്രമല്ല, എന്തെങ്കിലും പ്രയാസം വരുന്നെങ്കിൽ കർത്താവിനോട് ബന്ധപ്പെടാത്തത് കൊണ്ടാണെന്ന് ആ പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്. എത്രയോ വാസ്തവമാണ്. നാം കർത്താവിനോട് ബന്ധപ്പെടുമ്പോ എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വിശദീകരണം? 63-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അറിയാം, എന്റെ ഉള്ളം ദൈവത്തിനായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നമ്മുടെ സമ്പൂർണ്ണ ആളത്വം ഘോഷിച്ചുല്ലസിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോഴാണ്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു, എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും. ഇനി അടുത്തതായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം, കുരികിലൊരു വീടും മിവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ദൈവവും എന്റെ രാജാവുമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഞാൻ ഈ വേദഭാഗം പ്രാരംഭത്തിൽ വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ചിത്രം, ഈ മിവൽ പക്ഷിയും കുരുകിലും ബലഹീന പക്ഷികൾ യാഗപീഠത്തിന്റെ കൊമ്പിൽ കൂടുവെച്ച് വസിച്ചു എന്നൊരു ചിന്തയാണ് എന്റെ ഹൃദയത്തിൽ വന്നത്, അറിയാതെ വന്നതാണ്. എന്നാൽ തിരുവെഴുത്ത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ പക്ഷികൾക്കൊന്നും യാഗപീഠത്തിന്റെ കൊമ്പുകളിലൊന്നും കൂടുവെച്ച് താമസിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? അവിടെ മനുഷ്യർ കടന്നു വരുമ്പോൾ അവർക്ക് പകരമായിട്ട് ഓരോ ശക്തിയുള്ള ഊനമില്ലാത്ത മൃഗം അറുക്കപ്പെടുകയാണ്. അവിടെ ചെയ്യുന്ന കാർമ്മികന്മാർ ഒരു ദയയില്ലാതെ മൂർച്ചയേറിയ കത്തിയോണ്ട് ഈ മൃഗത്തിന്റെ കഴുത്ത് അറുക്കുമ്പോൾ അവിടെ നിലവിളിയാണ്, കരച്ചിലാണ്, അവിടെ മരണത്തിന്റെ വേദനയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദയയില്ലാത്ത ന്യായവിധിയുടെ ചിത്രമാണ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ ഉറക്കെ കരഞ്ഞപ്പോൾ മന്ദിരത്തിലെ തിരശ്ശികൾ മേൽതൊട്ട് അടിയോളം ചീന്തി, ദേശമെല്ലാം ഇരുട്ട് വരുന്നു, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, മരിച്ചവരുടെ കല്ലറയൊക്കെ ഉയർത്തു. ആ വലിയ ദൃശ്യത്തിന്റെ ഒരു നിഴലാണ് അവിടെ കാണുന്നത്. അവിടെ എപ്പോഴും ഭീകരമായ ഒരവസ്ഥയാണ്, ന്യായവിധിയുടെ ചിത്രമാണ്. അവിടെ ഒരു പക്ഷിക്കും കൂടി വെച്ച് താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പകലന്തിയോളം പാടത്തും വരമ്പത്തും ഒക്കെ പാറി പറക്കുന്ന പക്ഷി,
സന്ധ്യയായി കഴിയുമ്പോൾ കൂട്ടിൽ ചേക്കേറും. ഈ പക്ഷി ബലഹീന ഒരു ജാതി പറവയായതുകൊണ്ട് കൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഏക അഭയം ആ കൂടാണ്, അതിന്റെ ബലം. കോഴിയൊക്കെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം, കോഴി കൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പുറകോട്ട് പിടിച്ചു വലിച്ചു നോക്ക്, അത് അങ്ങോട്ട് പോകും. കാരണം അതിന്റെ ഏക ആശ്രയം പിന്നെ ആ കൂടാണ്, ആ കൂട്ടിലാണ് അത് ആശ്രയിക്കുന്നത്. ഇതുപോലെ സാധാരണ ഒരു മനുഷ്യൻ കർത്താവിൽ അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി, ആ ദൈവത്തെ നന്നായിട്ട് രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും ആ ദൈവപൈതലിനെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവിനെ അവർ രുചിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ജീവനോ മരണമോ ഉയരമോ താഴ്ചയോ ഇതൊന്നും കർത്താവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിപ്പാൻ കഴിയില്ല. ഹബക്കൂക്ക് പ്രവാചകനും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അത്തിവൃക്ഷം ഫലം തരത്തില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല, ഗോശാലികൾ കന്നുകാലികളൊക്കെ നശിച്ചു പോകും, ആട്ടിൻതൊഴുത്തിലൊക്കെ ആട്ടിൻകൂട്ടങ്ങളൊക്കെ തൊഴുത്തിൽ ഇല്ലാതെയാകും, ഭൂമി അതിന്റെ വിളവൊക്കെ തരാതിരിക്കും, എല്ലാം പ്രതികൂലമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. അപ്പൊ ദൈവത്തെ നല്ലവനും രുചിച്ചറിഞ്ഞ ഒരു ദൈവ പൈതൽ പിന്നെ എപ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുക, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പിന്നെ എഴുതിയിരിക്കുന്നത് യഹോവയാകിൽ ശാശ്വതമായ ഒരു പാറയുള്ളത് കൊണ്ട് യഹോവയിൽ എന്നേക്കും ആശ്രയം വെപ്പിടുന്ന പിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കും. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. കുരുകിലൊരു വീടും മേൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ദൈവം എന്റെ രാജാവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെത്താൻ. ഞാൻ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഈ പഴയ നിയമ വിശുദ്ധന്മാർ സാധാരണഗതിയിൽ ദൈവത്തിന്റെ കൂട്ടായ്മ ധാരാളം അനുഭവിച്ചത് ദൈവാലയത്തിലായിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കും തോറും അവർ പറയാണ്, ആലയത്തിൽ വസിക്കുമ്പോൾ ദൈവ കൂട്ടായ്മ അനുഭവിക്കും തോറും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പുതിയ നിയമ വിശ്വാസികളോ, റോമാലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർ, അല്ലെ, നാം ക്രിസ്തുവേശുവിലാണ്, നാം ക്രിസ്തുവേശുവിൽ വസിക്കുന്നവരാണ്. എങ്ങനെയാ വസിക്കുന്നത്? 1 കൊരിന്ത്യർ 1:30, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവർ ആ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവേശുവിൽ വസിക്കുമ്പോൾ, അവർ ദൈവത്താൽ ഭരിക്കപ്പെടുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹൃദയം നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവേ അവിടുന്ന് എത്രയോ ഉന്നതനാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു തീരാത്തത് മഹിമയുള്ളതുമായ സന്തോഷത്തിനുടമസ്ഥരായി തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല അതിന്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാലോ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ആ വേദഭാഗത്തിന്റെ പ്രാരംഭം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയാൻ എന്താ അതിന്റെ വിശദീകരണം? 18-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ ബലമാണ്, സങ്കേതമാണ്, ജീവനാണ്, ജീവന്റെ സമൃദ്ധിയാണ്. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലമാണ് നമ്മളെ നടത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമുക്കറിയാം നമ്മുടെ ശക്തിയൊക്കെ ക്ഷയിക്കും. എപ്പോഴാ ശക്തി ക്ഷയിക്കുന്നത്? കാര്യമായ രോഗമൊക്കെ വന്ന് ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ബലമൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ മരണശൈലിയിലാണെങ്കിലോ ഒട്ടും ബലം കാണത്തില്ല. കണ്ണിന്റെ എല്ലാം കാഴ്ച മങ്ങി, കാലിന്റെ ഒക്കെ പ്രവർത്തനം, കയ്യുടെ പ്രവർത്തനം, സ്പർശനശക്തിയൊക്കെ കുറയുമ്പോൾ ഈ വേദഭാഗം നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി, നമ്മൾക്ക് ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രതാപവും കുറഞ്ഞു പോകുമ്പോൾ അവിടെ അപ്പുറത്ത് വലിയൊരു പാത, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴി, പെരുവഴി എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ ഇല്ലേ, പ്രത്യാശയുടെ, ഭംഗമില്ലാത്ത പ്രത്യാശയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയത്, വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്റെ അടുക്കലാണ്. എന്തോ ഒരു പ്രത്യാശയാണ്. എന്താ കാരണം? നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയ ശേഷം ഞാനിരിക്കുന്നത് പിന്നെ നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പ്രിയപ്പെട്ട, ഈ ലോകം അന്ത്യകാലത്ത് ദുർഘടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദോഹ എന്നൊരു സഹോദരൻ വിളിച്ചു, അവിടെ പ്രത്യേക തരത്തിലെ ഒരു വൈറസ് വന്നിരിക്കുന്നു.
ഇപ്പോഴത്തെ വാക്സിൻ കൊണ്ടൊന്നും നടക്കാത്ത വിധത്തിൽ വന്നിരിക്കും. നമ്മുടെ ഒരു സഹോദരൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ദുർഘട സമയങ്ങളായിരിക്കാം, അങ്ങനെ ആകാതിരിക്കട്ടെ. പക്ഷെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സേറിയ പ്രത്യക്ഷത നമുക്കുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവുമില്ല. എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം ലഭിച്ചത്? 84-ാം സങ്കീർത്തനത്തിലെ 12-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതല്ല നമ്മൾ വല്ലതും ചെയ്തോ? ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവേ ഞാൻ അവിടുത്തെ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു പറഞ്ഞതിനാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാ! പറഞ്ഞു തീരാത്ത ദാനങ്ങൾ ലഭിച്ചതവർത്ത് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവദാസനോട് ചേർന്ന് നമുക്കും പറയാം, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസ എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ദൈവം എന്റെ രാജാവുമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് കർത്താവിൽ കൂടുതൽ ആശ്രയിച്ച് കർത്താവിന്റെ ആ വിശ്വസ്തത, കരുണ, ദയ, ജീവന്റെ സമൃദ്ധി അനുഭവിച്ച് പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷത്തോടെ മുങ്ങി തുടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം നൽകി തന്ന കർത്താവിന്റെ വിലയേറിയദാസൻ ഡോക്ടർ KC ജോൺസനോടും കൂട്ടു സഹോദരന്മാരുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട്, ലീഡ് ചെയ്ത സഹോദരൻ വിൽസൺ കെ തോമസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും നമുക്ക് അനുഗ്രഹീതമായ ദൈവ വചനത്തിന്റെ തണലിൽ നമുക്കായിരിക്കുവാൻ, ആവോളം ദൈവത്തിന്റെ വചനം നമുക്ക് ആസ്വദിപ്പാൻ, സന്തോഷിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നാം എത്ര വായിച്ചാലും പഠിച്ചാലും കേട്ടാലും നമുക്ക് തൃപ്തി വരാത്ത അനുഗ്രഹീത സങ്കീർത്തനത്തിൽ നിന്ന് അനുഗ്രഹീത ദൈവദാസൻ നമ്മളോട് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അത് ഞാനൊന്നും എടുത്തു പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നാം കേട്ടതായ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമാറാകട്ടെ. വചനം ശുശ്രൂഷിച്ച ദൈവദാസനോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.